പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. നോർത്ത് 24 പർഗാനയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് BJP തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. ബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവ് സാധ്യമെന്ന് CPIM യുവനേതാവ് ദീപ്സിത ധർ 24നോട് പറഞ്ഞു. കേൾക്കാം. അടിപൊളി. I think it's going very good. People are coming down to the streets. People want a change. People want some kind of positive environment in Bengal. The left is going to be a deciding force in the upcoming Vidhan Sabha election. People are subjugated under this Mamata Banerjee and BJP's rule. It's them who want to break free. It's them who have chosen the red flag. അതേസമയം ബംഗാളിൽ വീണ്ടും സംഘർഷമുണ്ടായി. ആരാംബാഗിൽ തൃണമൂൽ കോൺഗ്രസ് MP മിതാലി ബാഗിന്റെ വാഹനം ആക്രമിച്ചെന്നാണ് പരാതി. ആക്രമണത്തിന് പിന്നിൽ BJP ആണെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. ശ്രീനാഥ് ചന്ദ്രനുണ്ട് കൊൽക്കത്തയിൽ നിന്നും. ശ്രീനാഥ്, ആദ്യഘട്ടത്തിൽ വലിയ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു ബംഗാളിൽ. പ്രത്യേകിച്ച് SIR ശേഷം ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഏറ്റവും കൂടുതൽ ആളുകൾ രാജ്യത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയൊരു സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് ബംഗാൾ. രണ്ടാം ഘട്ടത്തിൽ എങ്ങനെയാണ് ജനം ഈ വോട്ടെടുപ്പിനെ നോക്കിക്കാണുന്നത്? പരസ്യ പ്രചാരണം, രണ്ടാം ഘട്ട പ്രചാരണം അത് അവസാന ഘട്ടത്തിലേക്ക്, അവസാന മണിക്കൂറുകളിലേക്ക്, മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. അതേസമയം ആവേശം പ്രചാരണത്തോടൊപ്പം അത് ഉയരുമ്പോൾ പോലും ഈ സംഘർഷങ്ങളും സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടാവുന്നു എന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഇപ്പോൾ ആരാംബാഗിൽ നിന്നുണ്ടായിട്ടുള്ളത്. മിതാലി ബാഗ് എന്ന തൃണമൂൽ MPയുടെ വാഹനമാണ് ഒരു കൂട്ടം എത്തി ആക്രമിക്കുന്നത്, ചില്ലുകൾ തകർക്കുന്നു. ഒപ്പം സ്ട്രക്ചറിൽ ഈ മിതാലി ബാഗിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും അവരുടെ പ്രതികരണവും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് BJP ഒരു ഗുണ്ടാരാജുള്ള ശ്രമം സംസ്ഥാനത്ത് നടത്തുകയാണ് എന്നതാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഇപ്പോൾ രാത്രി നമ്മൾ നോർത്ത് 24 പർഗാനസിൽ സമാനമായ ഒരു വലിയ സംഘർഷം കണ്ടതാണ്. അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ BJP നേതാവാണ് അവിടെ ഒരു പരാതിയുമായി എത്തുന്നത്. പോസ്റ്ററുകൾ കീറി എന്നതായിരുന്നു പരാതി. അങ്ങനെ അവിടുത്തെ സ്ഥാനാർത്ഥി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. പിന്നാലെ പുറകെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തടിച്ചുകൂടുന്നു. പിന്നീട് അവിടെ അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ സംഘർഷം നടക്കുകയുണ്ടായി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു CASF ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. പോലീസ് ലാത്തി വീശി. പിന്നീട് രാത്രി പുലരും വരെ വിവിധയിടങ്ങളിൽ നടന്ന റെയ്ഡ് 4 പേരെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സംസ്ഥാനത്ത് ഈ അവസാന ലാപ്പിൽ വലിയ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നത് ആശങ്കയാണ്. ഇതുവരെ വിവിധ ജില്ലകളിലെ ഏതാണ്ട് 1000-ലധികം പേരെങ്കിലും കരുതൽ തടങ്കലാക്കി കഴിഞ്ഞു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഓരോ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുമുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.